ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെസ്നപ്സ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ചാനലിൽ 1-2 വീഡിയോസ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ ബേസിക് എക്സ്പെൻസ് ഒക്കെ എൻ്റെ ഇവിടുത്തെ ഒരു 3-4 മാസത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള വീഡിയോസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ പേര് നമ്മളുടെ ഡെൻമാർക്കിലാണെന്ന് അറിഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയച്ചു. കൂടുതലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് നേഴ്സിംഗ് ജോബായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരായിരുന്നു. അപ്പോൾ അതിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്തൊരു ക്വസ്റ്റനെയർ പോലെ അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വേണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ബിനോയ് ചേട്ടനെ പരിചയപ്പെട്ട് നമ്മുടെ കൂടെ ഉള്ളത് ബിനോയ് ചേട്ടനാണ്. നാട്ടിൽ കണ്ണൂരല്ല സ്ഥലം ചേട്ടാ? കണ്ണൂരാണ്. ഇപ്പൊ ഏകദേശം ഡെൻമാർക്കിൽ എത്തിയിട്ട് ഇട്ടോട്ട് ഒരു 13 വർഷമായി. അപ്പൊ ചേട്ടൻ എത്തിയിട്ട് അത്രയും നാളായി ഇവിടെ. അപ്പൊ ഇവിടെ ഏകദേശം അത്യാവശ്യം പരിചയമൊക്കെ ആയി, ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിളായി. ഇവിടുത്തെ എന്താ പറയുക, മലയാളി അസോസിയേഷനും അതുപോലെ തന്നെ ഈ അസോസിയേഷൻ നല്ല ആളുകളുമായിട്ട് എല്ലാ അസോസിയേഷൻസുമായിട്ട് ഇപ്പം മറ്റ് തെലുങ്ക് അസോസിയേഷൻസോ അല്ലെങ്കിൽ എല്ലാ അസോസിയേഷൻസുമായിട്ടൊക്കെ ഒരു ബന്ധങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ എംബസി ആയിട്ടൊക്കെ ആണെങ്കിലും അസോസിയേഷൻ്റെ ബേസിൽ നമ്മൾ കുറേ അടുത്ത റിലേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഇന്ന് നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളോട് ഡൗട്ടായിട്ട് ചോദിച്ചതും എനിക്കറിയേണ്ട കുറേ കാര്യങ്ങളും നമ്മൾ ബിനോയ് ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ചേട്ടൻ അറിയുന്ന പോലെ ചേട്ടൻ അതിന് മറുപടി പറയും. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച്, അതായത് ഡെൻമാർക്കിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ. നേഴ്സിംഗ് മാത്രമല്ല, ബാക്കിയുള്ള ഒരു ജനറൽ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും, മെയിൻ ആയിട്ടും നേഴ്സിംഗ് ഫീൽഡിൽ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ടവർക്കുള്ള കുറച്ച് ഡൗട്ടുകളും. ഇപ്പൊ റീസെന്റ് ഇപ്പൊ നേഴ്സുമാര് ഈ ഇമിഗ്രേഷൻ എന്നുള്ള ഒരു ബൂമിങ് ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചാണ് ജസ്റ്റിന് കൂടുതൽ എനിക്ക് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റിന് കിട്ടാത്ത ആൻസേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അതിനകത്തോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് നേഴ്സിംഗിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്, ഇപ്പൊ ഡെൻമാർക്കിലോട്ട് നേഴ്സുമാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓതറൈസേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത് മുമ്പ് തൊട്ടുള്ളതാണോ അതോ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ? അപ്പോൾ മുമ്പോട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ എന്താണ് അതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന് പറയാമോ? ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഇത് കുറെ നാളുകളായിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പം വ്യത്യാസം എന്ന് വെച്ചാൽ ജൂലൈ 10 മുതൽ ഇവരൊരു ക്രൈറ്റീരിയ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഡാനിഷ് ലാംഗ്വേജിന്റെ 1077 എന്നുള്ള ലെവൽ വേണമായിരുന്നു ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ. അപ്പൊ ഇപ്പൊ അവർ ആ ലെവൽ എടുത്തു കളഞ്ഞു. ഈ ലെവലിൽ ഡേനിഷ് പാസ്സാകണം എന്ന് നിർബന്ധമില്ല, ഡേനിഷ് പാസ്സായാൽ മതി എന്നൊരു കണ്ടീഷൻ അവർ കുറച്ചു. അതാണ് ഈ ജൂലൈ 10 സംഭവിച്ചത്. അല്ലാതെ നേരത്തെ ഇല്ലാതിരുന്ന ഒരു കാര്യം പുതിയതായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. അപ്പൊ നഴ്സിംഗ് മാർക്ക് ഒരു എക്സ്ക്യൂസസ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് അവർ ആ ലാംഗ്വേജിന്റെ ക്രൈറ്റീരിയ ലെവൽ കുറച്ചെന്ന് മാത്രമേ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നവര് കൂടുതലായിട്ടും അവര് ട്രൈ ചെയ്യുന്നത്, അതായത് ഇവിടെ വരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്തൊരു അഡാപ്റ്റേഷൻ പ്രോഗ്രാമിന്റെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരിവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ, അതിപ്പോൾ പല രീതിയിലുണ്ടാവുമല്ലോ, കെയർ ജോബ് ആവാം, അല്ലാതെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആവാം, ക്ലിനിക്കിലാവാം, ഹോസ്പിറ്റലാവാം. അപ്പൊ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ രീതി മീൻസ് അഡാപ്റ്റേഷൻ എന്നുള്ള പ്രോഗ്രാം എന്നുള്ള പോലെയാണ്. ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു ഈ പ്രോസസ്സിന്റെ എങ്ങനെയാണ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഡേനിഷ് പേഷ്യന്റ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയാണ് ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിൽ, നമ്മുടെ നാട്ടിലെ നേഴ്സിംഗ് കൗൺസിൽ പോലെ ഇവിടെ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നേഴ്സസ് അവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർ ഇവിടെ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആവുള്ളൂ. അപ്പം അവരുടെ ടേം പ്രകാരം നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് പ്രകാരം നമ്മളുടെ സർട്ടിഫിക്കറ്റ് അവർ അസസ് ചെയ്യും. അതിനൊരു എമൗണ്ട് ഫീസ് ഉണ്ട്. നമ്മൾ ഫീസ് അടച്ച് ഇൻ കേസ് അസസ്മെന്റ് ആയില്ലെങ്കിൽ നമുക്ക് ആ ഫീസ് തിരിച്ചു കിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ഓർക്കണം. ആ അസസ്മെന്റ് ഒരു നോർമലി ഒരു 6 months ടൈമാണ് എടുക്കുന്നത്. 6 to 8 months നമുക്ക് കൂട്ടാം. 6 months ആണ് അവർ പറയുന്നത്. ആപ്ലിക്കൻസ് കുറെ കൂടുതൽ വരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു പക്ഷേങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തെന്നിരിക്കും. പക്ഷെ ഒരു 6 months ആണ് ബേസിക്കലി അതിന് വേണ്ടത്, പ്രോസസ്സിംഗ് ടൈം. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെയുള്ള നേഴ്സസിന്റെ ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആണോ അല്ലയോ എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ മാത്രമേ ആവുന്നുള്ളത്. ഇത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അസസ്മെന്റ് കഴിഞ്ഞാൽ, ഓൺലി ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് കഴിഞ്ഞാൽ ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ട് അപ്ലൈ ചെയ്യാം വിസയ്ക്ക്. വിസ ആപ്ലിക്കേഷൻ ടൈം അവർ പറഞ്ഞേക്കുന്നത് 1 month ആണ് ടൈം പറയുന്നത്. നമ്മളൊരു 1 to 2 months എന്ന് വേണം കണക്ക് കൂട്ടാൻ. കാരണം ഡിപ്പെൻസ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ബയോമെട്രി എടുക്കണം. ബയോമെട്രി എടുക്കുന്ന അന്ന് മുതലേ ഇവര് ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുള്ളൂ. ഉദാഹരണം
to 6+ ആണോ ഇത് വരുന്നത്? 6+. 1 or 2 months. അപ്പൊ എന്നാന്ന് വെച്ചാൽ നമ്മള് ഈ ഇപ്പം ഈ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ അപ്ലൈ ചെയ്ത് അതിനുശേഷം ബയോമെട്രിക് എടുക്കണം. വിത്തിൻ 14 days പോയി നമ്മൾ ബയോമെട്രിക് എടുക്കണം. നമ്മൾ ആ 14th day ആണ് പോയി ബയോമെട്രിക് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രോസസ്സിങ് ഈസിലി 1.5 month ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ അവർ പറയുന്ന ഡേറ്റ് ഈ ബയോമെട്രി എടുത്ത അന്ന് മുതലാണ് ഇവർ ഡേറ്റ് കണക്കൂട്ടുന്നത്, അല്ലെ സമയം പറയുന്നത്. അപ്പോൾ അതൊരു 1 month ആണ് അവർ പറയുന്നതെങ്കിൽ നമ്മളൊരു 1 to 2 months കൂടണം. അപ്പം എന്ന് വെച്ചാൽ 6 to 8 months, ഒരു 1 to 2 months, ഒരു 10 months എങ്കിലും മിനിമം നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം പോകും. ജനറലി പറയുകയാണെങ്കിൽ ഒരു 6 തൊട്ട് 10 മാസം വരെ എന്നുള്ള പോലെ. യെസ്, 6 മുതൽ 10 മാസം എന്നല്ല, നമ്മളതൊരു 8 മുതൽ ഒരു 11 മാസം എന്ന് പറയുന്നതായിരിക്കും ആപ്റ്റ്, കുറച്ചുകൂടെയൊക്കെ ഒരു ആക്യുറസി വരിക. അപ്പൊ ശരിക്കും അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ വിസ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, വിസ നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരുന്ന വിസ, ഈ സ്റ്റാമ്പ് ചെയ്യുന്ന വിസ ആയിട്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അതിനൊരു എൻട്രി ആകാൻ വേണ്ടിയിട്ട് ഒരു 6 months ടൈം ഉണ്ട്. അപ്പം വിസ നമുക്ക് കിട്ടി കഴിഞ്ഞ് 6 monthsനുള്ളിൽ നമ്മൾ ഇവിടെ വരണം. അതാണ് അതിന്റെ. ഡെൻമാർക്കിൽ വന്ന് നമ്മളിവിടെ സ്റ്റാമ്പ് ചെയ്യണം. ഡെൻമാർക്കിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പിന്നെ കമ്മ്യൂൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അതോറിറ്റിയിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് നമ്മുടെ വിസ, റെസിഡൻസ് പെർമിറ്റ് പ്ലസ് വർക്ക് പെർമിറ്റ്, ഈ റെസിഡൻസ് പെർമിറ്റ് പ്ലസ് വർക്ക് രണ്ടും ഒരു കാർഡാണ്. ആ കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് ഇവിടെ വർക്ക് ചെയ്യാനും താമസിക്കാൻ. ഹെൽത്ത് കാർഡും കിട്ടും അതിന്റെ കൂടെ. CPR കാർഡാണ് എന്ന് വെച്ചാൽ യെല്ലോ കാർഡ് എന്ന് പറയുന്നതാണ് ഹെൽത്ത് കാർഡ്. അത് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പം എന്താ നേഴ്സുമാരുടെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ, രജിസ്റ്റർ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ കുറെ ജനറൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വേറെ വരാറുണ്ട്. അപ്പൊ നമ്മള് അതനുസരിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവര് നേഴ്സിംഗ് റിലേറ്റഡ് അവരും ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പൊ നേഴ്സസിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അറിവ് പ്രകാരം ഇവിടെ ഡെൻമാർക്കിൽ വന്നതിന് ശേഷം ഇവർക്ക് ജോലി ചെയ്യാം, പക്ഷെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിട്ട് ഇവർക്ക് ഒരിടത്തും ജോലി കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഡിസ്കഷൻ പോയിന്റിൽ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ട് വരുന്നത്. അല്ല, അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നടത്തി ഇപ്പൊ എനിക്കും ഇതുപോലെ ഇപ്പം ഞാൻ ഈ കുറച്ച് അസോസിയേഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് എനിക്കും കുറെ പേഴ്സണൽ എൻക്വയറീസ് വന്നതിൽ നിന്ന് ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലായ കാര്യങ്ങൾ നല്ല ഒരു ഫാക്റ്റായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേനിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിനൊരു ബേസിക്കലി ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോ ഡോക്യുമെന്റേഷനും ഡേനിഷിലാണ്, എല്ലാ ഡോക്യുമെന്റേഷനും ഡേനിഷാണ്. അത് ഡേനിഷ് അറിയാത്ത ഒരാൾക്ക് അത് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമല്ല. അതാണ് ഈ നേഴ്സിംഗ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയറിലുള്ള ജോലികളുടെ ഒരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടി എന്ന് വേണേൽ പറയാം. നമ്മളെ പോലുള്ള നോൺ ഡേനിഷ് പീപ്പിളിനാണെങ്കിലുള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അതാണ് നേഴ്സസിന്റെ ഒരു കേസ്. നമ്മള് ഡാനിഷ് പേഷ്യന്റ് അതോറിറ്റിയുടെ അവരുടെ സൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്ക്യൂസസിന്റെ ഇത് കാണുന്നുണ്ട്. അതായത് നമുക്ക് അഡാപ്റ്റേഷനും ഇതിനും വേണ്ടിയിട്ട് ഇപ്പൊ ഡാനിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല എന്നുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്താലല്ലേ ഈ അഡാപ്റ്റേഷനും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഡേനിഷ് പേഷ്യൻസ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്. അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ഡ്യൂട്ടി ഉള്ളൂ. അതേസമയം ഇവിടുത്തെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് റീജിയൻ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ളതാണ്. ഇപ്പൊ റീജിയനുള്ള അഡ്മിനിസ്ട്രേഷനുള്ള ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന റീജിയൻസ് ആണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് ഞാനൊരു എംപ്ലോയർ ആണെന്ന് വെച്ചോ, എനിക്കൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരാളെ അപ്പോയിന്റ് ചെയ്യുമ്പം അയാൾ ഡേനിഷ് ഈ ലെവലിൽ പഠിച്ചിരിക്കണമെന്ന് എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് പറയാൻ പറ്റില്ല നിങ്ങൾ ഇന്ന ലെവലിൽ എടുക്കണമെന്ന് ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പൊ ഡേനിഷ് അതോറിറ്റി ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വരുന്ന നേഴ്സുമാർക്ക് എന്ന് വെച്ചാൽ അത് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഈ അസസ്മെന്റ് പ്രോസസ്സും രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ അവിടെ വരെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് പാത്താണ് ഈ അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 6 months അഡോപ്റ്റേഷൻ. ഈ അഡോപ്റ്റേഷന്റെ സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ക്ലിനിക്കൽ സ്കിൽസും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസും ആണ്. അപ്പൊ ലാംഗ്വേജ് സ്കിൽസ് ഇല്ലാത്ത ഒരാൾ ഈ അഡോപ്റ്റേഷൻ സക്സസ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ അഡോപ്റ്റേഷൻ നിങ്ങൾക്ക് ഒരു അഡോപ്റ്റേഷനിൽ ഒരിടത്ത് കയറണമെങ്കിൽ അവിടുത്തെ എംപ്ലോയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഡെൻമാർക്കിൽ 5 റീജിയൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ അറിവ് പ്രകാരം അല്ലെങ്കിൽ ഞാൻ ചില നേഴ്സുമാര് ന്യൂലി വന്ന അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഒരു സ്റ്റുഡന്റ് വിസയിൽ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു.
ആള് ഭയങ്കര ഹാർഡ് വർക്കർ ആയിരുന്നു. ഒത്തിരി എന്താ പറയുക, പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമായിരുന്നു, ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് ഡേനിഷ് പഠിച്ചു. ഡേനിഷിന് പരീക്ഷ എഴുതി, പക്ഷേങ്കിൽ സ്കോർ വന്നിട്ടില്ലായിരുന്നു. പരീക്ഷ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. അപ്പം ഈ കൊച്ചുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ അഡോപ്റ്റേഷൻ പ്രോഗ്രാമിൽ ഒരാൾക്ക് ഹോസ്പിറ്റലുകാർ നമുക്കൊരു അഡോപ്റ്റേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ CV അയക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ലാംഗ്വേജ് ടെസ്റ്റ് ഇതാണ് എന്നുള്ള ടെസ്റ്റിന്റെ റിസൾട്ടോട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവിടെ നമ്മൾ CV കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് ഈ ക്യാപിറ്റൽ റീജിയനിലെ ഒരു അവസ്ഥയാണല്ലോ. മറ്റു റീജിയനിലാണെങ്കിൽ ഡേനിഷ് ലാംഗ്വേജ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഇതിന് കൃത്യമായിട്ട് എഴുതി ഇപ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച റൂൾ അല്ല അത്, ഡോക്യുമെന്റേഷൻ അല്ല അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എംപ്ലോയർ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഒരു റീജിയൻ ആണ്. ആ റീജിയന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് എംപ്ലോയർ, അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എംപ്ലോയർ. ആ എംപ്ലോയർ ആണ് തീരുമാനം എടുക്കുന്നത്, ഞാൻ എടുക്കുന്ന കാൻഡിഡേറ്റിന് ഈ ലെവലിൽ ഡാനിഷ് ലാംഗ്വേജ് ഉണ്ടാകണം എന്ന് പറയുന്നത്. പ്രോപ്പർ ഡോക്യുമെന്റഡ് അല്ല, പക്ഷേ ചേട്ടന്റെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അതെ, അതിപ്പോ ഇന്നിപ്പോ പറയാണ് ഓക്കെ, ഞാൻ ഒരാളെ എടുക്കുമ്പോൾ എനിക്ക് ലാംഗ്വേജ് വേണ്ട എന്ന് ചിലപ്പോൾ പറയുന്ന ഒരാൾ നാളെ ചിലപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് 10-7 ലെവലുള്ളവരെ ഞാൻ എടുക്കുന്നുള്ളെന്ന് പറയാമെന്ന് വെച്ചാൽ അവർക്ക് ഏത് സമയം അത് അവർ ഡിസൈഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇന്ത്യൻസോ അല്ലെങ്കിൽ മലയാളികളോ അങ്ങനെയുള്ളവർ മാത്രമല്ല, ഇവിടെ ഇപ്പം ഇറാനിൽ ഒരു 10,000-3000 നേഴ്സുമാർ ഓൾറെഡി 2-3 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇപ്പം റീസെന്റ് ഇപ്പൊ തായ്ലാന്റിൽ നിന്നാണെങ്കിലും ഫിലിപ്പൈൻസിൽ നിന്നാണെങ്കിലും ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും ഒത്തിരി നേഴ്സുമാർ ആപ്ലിക്കേഷൻസ് ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ഈ ഭാഷ പഠിച്ചെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് വരുന്നത്. മറിച്ച് നമുക്കത് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇപ്പോൾ ഇറാനിയൻസിൻ്റെ ഒക്കെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. അപ്പം അവര് നമ്മളെക്കാളും ഫാസ്റ്റായിട്ട് ഭാഷ പഠിക്കും. അതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഡേനിഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും, അവർ ഇംഗ്ലീഷ് സംസാരിക്കും. മറിച്ച് നമുക്ക് ആ ഭാഷ അറിയത്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ കുറേ കൂടെ എഫോർട്ട് എടുത്ത് നമ്മളത് പഠിക്കും. വേറെ വഴിയില്ല. ഇതിപ്പോൾ ഈ ഇറാനിയൻസ് ഇപ്പോൾ ഇവിടെ ഒരു 3000 ഇറാനിയൻ എന്നുവെച്ചാൽ ഇറാനികളുടെ കേസ് പറയുകയാണെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ സ്ഥലവും വീടും എല്ലാം വിട്ട് പൂർണ്ണമായിട്ടും വരുന്നത്. നമ്മുടെ രാജ്യം പോലെ അല്ലല്ലോ, പൂർണ്ണമായിട്ടും വിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് എങ്ങനെയും സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ ആ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ലെവലിലും നോക്കും. പിന്നെ വേറെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഇറാനിയൻ കമ്മ്യൂണിറ്റിയും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറേ പഴയ നാളുകളായിട്ട് വന്ന ഇറാനിയൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇവർക്ക് ലാംഗ്വേജ് പഠിക്കാനും മറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് അവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ രാജ്യത്തിൻ്റെ കേസ് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു ഭാഷ പഠിക്കാനുള്ള ഒരു സാഹചര്യം. അപ്പം ഈ ഭാഷ പഠിച്ച് ഈ ലെവലിലുള്ള ഒരാളെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഇവിടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നും ചിന്തിക്കുക. ആ ഭാഷ ലെവൽ ഇല്ലാത്തവരെ അവരെടുക്കാൻ താല്പര്യം കാണിക്കില്ല. അതിന് ഒത്തിരി ഫാക്ടേഴ്സ് അതിന് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡോപ്റ്റേഷന്റെ സമയം എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ്ലി ട്രെയിനർക്കും ട്രെയിനിക്കും ഇവർ രണ്ടുപേർക്കും ഒരേ സാലറി കൊടുക്കണം. അപ്പൊ അതിനുള്ള ഫണ്ട് കൂടെ ഗവൺമെന്റ് കാണണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഇറാനിയൻ നേഴ്സസ് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ കുറേ ആളുകൾക്കൊക്കെ അഡോപ്റ്റേഷൻ കിട്ടി എന്ന് പറയുന്നു. കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല, അവർ തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാളെ വരുന്നവർക്ക് ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു പല ഫാക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ 1-2-3 വീക്സിലൊക്കെ നമുക്ക് ഇവിടെ ഹെൽത്ത് കെയറിലോ എവിടെയെങ്കിലും ഒക്കെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ജോബിന് കയറാമെന്നുള്ള ഒരു ഷുവർട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ്. അതൊരിക്കലും ഇവിടെ അങ്ങനെയല്ല, 2-3 വീക്സ് എന്നല്ല. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം കഴിയാതെ ഇവിടെ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയിലും ഒരാൾക്കും ഡാനിഷ് ലാംഗ്വേജ് അറിയാതെ കയറാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ലത്. എന്റെ അറിവാണ്. അപ്പൊ ഏജൻസികൾ ജസ്റ്റ് പറയാം, അപ്പൊ നമ്മൾ ഒരുപാട് പേര് ഇങ്ങോട്ട് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇത് ഞാനൊരു കാര്യം, റിക്രൂട്ട്മെന്റ് ഇതിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ നമ്മളൊരു റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളൊരു ജോലി ഓഫർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു രാജ്യത്തോട്ട് ഇമിഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇമിഗ്രേഷൻ പ്രോസസ്സാണ്. ഇമിഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ വരുന്നതിന് ശേഷം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതാണ് ഇപ്പം ഈ പറയുന്ന ആർക്കെങ്കിലും നാട്ടിൽ ഈ ഏജൻസി ഒരു ഓഫർ ലെറ്റർ കൊടുത്തിട്ടാണോ കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വിസ വരേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് ഡയറക്റ്റ് വർക്ക് വിസയിൽ ജോബ് വിസയിൽ വരാമെന്നാണോ? ഇവർക്ക് ഡയറക്റ്റ് ജോബ് വിസയിൽ വരാം. കാരണം ഓഫർ ലെറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ
ഓഫർ ലെറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഓഫർ ലെറ്റർ വെച്ചിട്ട് ഇവർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഏത് കമ്പനിയാണോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലാണോ കൊടുക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇവർക്ക് വിസ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ഓഫർ ലെറ്റർ കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ. അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ എന്റെ ഒരു അറിവ് വെച്ച് അല്ലെങ്കിൽ എന്നോട് സംശയം ചോദിച്ചവർ വെച്ചിട്ട് ഇവർ ഇവിടെ വന്നിട്ട് ഈ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡ് ഇമിഗ്രേഷൻ എന്ന് വേണം ഉപയോഗിക്കാം. ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ഗ്യാരണ്ടി ഇല്ല ഇവർക്ക് ഈ ഒരു അഡോപ്റ്റേഷൻ ഈ പറയുന്ന ടൈമിൽ കിട്ടണം എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം ഡേനിഷ് ഭാഷ സംസാരിക്കാൻ ഏബിൾ അല്ലാത്ത ആളുകൾക്ക് ഈ അഡോപ്റ്റേഷനിൽ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇനിയിപ്പോൾ അതല്ലാതെ എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡാനിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി എന്നുള്ള പോലെ പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സിനും കാര്യങ്ങളും അഡാപ്റ്റേഷനും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ചിലർക്ക് ഒരു വിചാരമുണ്ട്, അല്ലെങ്കിൽ വിചാരം എന്നല്ല, അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ലാംഗ്വേജ് പഠിക്കാം, 1 വർഷം. അത് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, കാരണം നമ്മൾ IT ഫീൽഡിൽ നോക്കുന്നുണ്ട് അത്രയ്ക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാലും ഫ്യൂച്ചറിലോട്ട് ആവശ്യമുണ്ട്. നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചേട്ടൻ എക്സാം പാസ്സായതാണോ? അല്ല, ഞാൻ പാസ്സായതാണ്. ഞാൻ ഡാനിഷ് ലാംഗ്വേജിന് ഇപ്പം നേരത്തെ ഒക്കെ ഇവിടെ PD1, PD2, PD3 എന്നുള്ള 3 ലെവലായിരുന്നു. അല്ല, PD1 എന്നുള്ള ലെവൽ അവർ നിർത്തി, വളരെ ലോ ലെവലിലുള്ള ലെവലായിരുന്നു. PD2 PD3 ആണോ ഉള്ളത്. PD2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ലെവലിൽ ഡേനിഷ് പഠിക്കാൻ. ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമുക്കൊരു കമ്മ്യൂണിക്കേഷനെ ആവശ്യമുള്ളെങ്കിൽ മതി. PD3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒരു അക്കാഡമിക് ലെവലിലാണ്. ഭാഷ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഭാഷ പഠിക്കാം, പഠിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതിനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പിന്നെ ചോദിച്ചാൽ ഇവർ ഭാഷ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇവരെ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് വളണ്ടിയറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പം എന്താ പറയുക, ലൈബ്രറികളിൽ അല്ലെങ്കിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും നമ്മൾ ഭാഷ പഠിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ള ചാനൽസ് പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ ജസ്റ്റിന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 3 months ഭാഷ പഠിച്ചെടുക്കാം എന്ന് പറയുന്നത് ലോജിക്കലി എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മലയാളം പറയുന്ന ആള് തമിഴ്നാട്ടിൽ ചെന്ന 3 months കൊണ്ട് നമ്മൾ തമിഴ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമോ? വളരെ സാധ്യത കുറവാണ്. നമുക്ക് മനസ്സിലാകുമായിരിക്കാം, പക്ഷെ ഒരിക്കലും നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞൊരു ജസ്റ്റ് നമുക്ക് യാതൊരു ബന്ധവും അല്ലേ, നമ്മൾ കേട്ടുകേഴ്വില്ലാത്ത ഒരു ഫോറിൻ ലാംഗ്വേജ് ഇവിടെ വന്ന് 3 months കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഇവിടെ ലാംഗ്വേജ് സ്കൂളുകാർ പറയുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 year ആണ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന. 1.5 yearലാണ് ഇവർ ഈ ടെസ്റ്റുകളൊക്കെ പാസ്സാകാൻ പറ്റില്ല. വെച്ചാൽ അവരുടെ മൊഡ്യൂൾസും അവരുടെ ടൈമിങ്സും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ഈ 2 months ഒരു മൊഡ്യൂൾ, അതിനൊരു പരീക്ഷ, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു 1.5 year എടുക്കാതെ ഡാനിഷ് ലാംഗ്വേജ് പാസ്സാകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാവണമെങ്കിൽ അതെന്തായാലും വേണം. കാരണം ആ ഒരു ടൈമിലാണ് ഇവർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ് ടെസ്റ്റുകൾ. അപ്പം ആ ഒരു സമയം എന്തായാലും എടുക്കും. പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഡാനിഷ് സ്കൂളിൽ പോയി പഠിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പം കറക്റ്റായിട്ട് ഡേനിഷ് മാത്രം സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ അത് മാത്രം കേട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് ഡേനിഷ് സംസാരിക്കും. നമ്മളിടുന്ന എഫേർട്ട്, പിന്നെ നമുക്കുള്ള സിറ്റുവേഷൻ, സാഹചര്യം, ഫാമിലി സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ സിംഗിളായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ട് പോയിരുന്ന് നമുക്ക് ഡേനിഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിൽ പവറൊക്കെ വെച്ചിട്ട് നമ്മൾ പോയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പറ്റുന്നൊരു കാര്യമായിരിക്കാം. പക്ഷെ അത് നമുക്ക് നേഴ്സുമാർക്ക് വരുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരിവിടെ വരുന്നവർക്ക് അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ അവര് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കൂളിൽ പുതിയൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പം കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ അറിയില്ലാത്ത എന്ന് വെച്ചാൽ നമ്മള് 0 നിന്ന് തുടങ്ങുമല്ലേ. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ ഈ വരുന്ന ഒരാൾക്കും ഒരു പക്ഷെങ്കിൽ ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പൊ അവര് വന്ന് തന്നെ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. എക്സാമിനാണെങ്കിൽ ഒരു 10-7-7 എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം PD3 എന്നുള്ള ഒരു പറഞ്ഞാൽ ഒരു അക്കാഡമിക് ലെവലുള്ള എക്സാമിനേഷൻ, ഒരു ഹയർ ലെവൽ ഡേനിഷ് ആണ്. അത് ഉണ്ടെങ്കിലേ നമ്മൾ ഇവിടെ ഇപ്പം കോപ്പൻഹാഗൻ റീജിയനിൽ അല്ലെങ്കിൽ ഈ സീലാൻഡ് റീജിയനിലുള്ള ഹോസ്പിറ്റൽസ് അതുണ്ടെങ്കിൽ മാത്രമേ നേഴ്സുമാരെ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇപ്പം ചിലരൊക്കെ ലക്കിൽ ചിലപ്പോൾ അതില്ലാതെ കയറിപ്പോയെന്നുണ്ടായിരിക്കും, അതെനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ നേഴ്സിംഗിന്റെ ഒരു ബൂമിങ് എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് കേട്ടറിഞ്ഞ അറിവുകളാണ് ഇതൊക്കെ.
ടെൻസ് എന്ന് പറയുമ്പോൾ ഇത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ, റീഡിങ് അങ്ങനെ. അപ്പൊ അതില് 12 12 ആണ് അത് 10 ക്യാരക്ടർ എന്നോ മറ്റാണ് പറയുന്നത്. 12 10 എന്നുള്ള ലെവലിൽ പാസ്സാകണം എന്നാണ് ഈ സീലാൻഡ് റീജിയനിലുള്ള ഹോസ്പിറ്റൽസുകാരുടെ ഒരു റിക്വയർമെന്റ്. അത് ചില എന്താ പറയുക, ചില ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ചിലതിനകത്തൊക്കെ അത് എഴുതിയിട്ടുണ്ട്, ഈ ലെവലിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇതിൽ അപ്ലൈ ചെയ്താലാണ് ഇവർ അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഈക്വലന്റ് ജോലിയാണ്. അപ്പോൾ ആ ഒരു അഡോപ്റ്റേഷൻ പീരിയഡിൽ എംപ്ലോയർ ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ഈ അവരുടെ ലാംഗ്വേജ് സ്കിൽസ് പ്ലസ് ഈ ക്ലിനിക്കൽ സ്കിൽസ്. അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ലാംഗ്വേജ് എന്തായാലും മാൻഡേറ്ററി ആണെന്നാണ് നമുക്കുള്ളൊരു അറിവ്. അപ്പോൾ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ് എന്നുള്ളതാണ് ഫാക്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഇത് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു, ജൂലൈ 10th. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ജൂലൈയിൽ ഇവർ മാറ്റങ്ങൾ വരുത്തിയത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ജസ്റ്റിൻ. ജൂലൈയിൽ അവർ മാറ്റങ്ങൾ വരുത്തിയത് ഡേനിഷ് പേഷ്യന്റ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയിൽ രജിസ്ട്രേഷന് ആ മാൻഡേറ്ററി ലാംഗ്വേജ് കണ്ടീഷൻ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ രജിസ്ട്രേഷന് വേണ്ടി മാത്രം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല അതിനർത്ഥം. പക്ഷെ അത് അവരുടെ റിക്വയർമെന്റ് അവർ കുറച്ചു. മറിച്ച് ഞാൻ ഇപ്പോഴും പറയാണ്, എംപ്ലോയറുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഡേനിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഡേനിഷ് ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ. ഡേനിഷ് ലാംഗ്വേജ് പഠിക്കാതെ ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നേഴ്സുമാരുടെ കേസിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം മറ്റു ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാം. പക്ഷെ നമ്മുടെ എന്താ പറയുക, PR എക്സ്റ്റെൻഡ് ചെയ്യാനോ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ PR-നോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന്റെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ലാംഗ്വേജ് ലെവൽ പഠിച്ച് പാസ്സായിരിക്കണം. സർട്ടിഫിക്കേഷൻ വൈസിൽ പാസ്സായെന്ന് വെച്ചിട്ട് നമുക്ക് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ വരുന്നവർ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന ഫസ്റ്റ് ബാച്ച് ചിലപ്പോൾ ജനുവരിയിലോ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. ഇനി അവർ വരുമ്പം അവരുടെ ഒരു സർവൈവൽ എങ്ങനെയായിരിക്കും ഇവിടെ? അവർ വന്നു കഴിയുമ്പം എന്തായിരിക്കും? അവർക്ക് ജോബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ പാർട്ട് ടൈം അങ്ങനെയുള്ള എന്തായിരിക്കും അവരുടെ ഒരു ജേർണി വരിക? അല്ല, ഇപ്പം ജസ്റ്റിൻ എന്നോട് സംസാരിച്ച പ്രകാരം നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസ് പറഞ്ഞേക്കുന്ന 3 monthsiനിടയ്ക്ക് അവർക്ക് 3 to 6 months അവർക്ക് ഏതെങ്കിലും ഹെൽത്ത് കെയറിൽ കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ അത് ഓക്കെ, അതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതൊരു സത്യമായ കാര്യമല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതല്ലാതെ ഇവർക്ക് പാർട്ട് ടൈം ഈ വിസയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിസ അവർ കൊടുക്കുന്ന 3 വർഷത്തേന് വിസ, 3 വർഷത്തേന് കൊടുക്കുന്ന വിസ ഇവർക്ക് ഈ വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതിപ്പം വരുന്ന ആൾക്കാണെങ്കിലും ഡിപ്പെൻഡന്റ് ആണെങ്കിലും ഫുൾ ടൈം വർക്ക് ചെയ്യാം. അപ്പം നേഴ്സായിട്ട് വരുന്ന എക്സ് അല്ലെങ്കിൽ എക്സിന്റെ ഡിപ്പെൻഡന്റ് വൈ, അപ്പം ഈ എക്സിന് വർക്ക് ചെയ്യാം, വൈക്കും വർക്ക് ചെയ്യാം, ഫുൾ ടൈം വർക്ക് ചെയ്യാം. പക്ഷെ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് നമുക്കത് അവർക്ക് ഇവിടെ സർവൈവ് ചെയ്ത് നീണ്ടു പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തിന് ശേഷം ശരിക്കും നമ്മൾ അതിൻ്റെ ഈ എന്താ പറയുക, ഇവിടുത്തെ ഇമിഗ്രേഷൻ ഏജൻസിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, 3 വർഷത്തിന് ശേഷം ഈ വിസ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല അൺലെസ് ആൻഡ് അതർവൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അഡോപ്റ്റേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 3 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പോഴത്തെ നിയമപ്രകാരം. ഇനി നിയമം മാറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ചിലപ്പം സാഹചര്യം അനുസരിച്ച് ചിലപ്പം മാറ്റുമായിരിക്കും നിയമങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 3 വർഷത്തിനിടയ്ക്ക് അഡോപ്റ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഇവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ജേർണി അവിടെ എന്ന് പറയുന്നത് അവർ ഇവിടെ വരും, ബേസിക് കാര്യങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ട് രജിസ്ട്രേഷൻ ഒക്കെ നടത്തും. അതിനുശേഷം അവർ അഡാപ്റ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ലാംഗ്വേജ് മാൻഡേറ്ററി ആയിട്ട് വരും എന്നുള്ള പോലെ അവരത് പഠിച്ച് 1.5 വർഷം എടുക്കും. പിന്നെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ. ഇതിപ്പോ വെച്ചാൽ ഇത് കേസ് ഇൻഡിവിജ്വൽ ആണ്. ഇപ്പൊ ചിലർ ചിലപ്പം 1.5 വർഷം കൊണ്ട് പഠിച്ചെന്നിരിക്കും, ചിലർ ചിലപ്പോൾ 2 വർഷം എടുത്തായിരിക്കും ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2 വർഷം എടുത്ത് പഠിക്കുന്ന ഒരാള് പിന്നെ ഒരു 6 monthsiനുള്ള ഒരു അഡോപ്റ്റേഷന് കയറി, അഡോപ്റ്റേഷൻ കഴിഞ്ഞ് അവര് ഈ എംപ്ലോയർ ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുള്ളൂ, എന്നാലേ അവർ രജിസ്റ്റേർഡ് നേഴ്സ് ആവുള്ളൂ. അപ്പൊ 2 വർഷം കൊണ്ട് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്ക് പിന്നെ 1 year എല്ലാത്തിനും സമയമുള്ളൂ. അപ്പൊ ഈ അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് അല്ല, ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഇപ്പം നമുക്ക് വിസ കൊടുത്തതിന് ശേഷം ഇവിടെ എത്താനുള്ള ഒരു സമയം കൂടെ ഉണ്ടല്ലോ, അതും ഇവർക്ക് ലോസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ വിസ കിട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വെച്ചാൽ അവർക്ക് ഓൾറെഡി 5 മാസം ലോസ് ആയില്ലേ അവിടെ. വിസ എപ്പോൾ കിട്ടുന്നു അത് മുതൽ 3 വർഷം. ഇവിടുത്തെ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ അവർ വരുമ്പോൾ ചെയ്യുന്നതിനെ പറ്റി, ജോബിനെ പറ്റി സംസാരിച്ചു. അപ്പൊ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും, സ്പൗസസിൽ, പിന്നെ കുട്ടികളായിട്ട് വരുന്നവരുണ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടുത്തെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ? ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇമിഗ്രേഷൻ ആയിട്ട് വരുന്ന ഒരു വിസയിൽ വരുമ്പം ഫാമിലി എന്ന് പറയുന്ന ഡിപ്പെൻഡ് വിസ കിട്ടുമെങ്കിൽ പോലും ആദ്യം ഒരാൾ വന്നൊരു 6 months ഒക്കെ ആയി കഴിഞ്ഞിട്ട് മറ്റൊരു കൊണ്ടുവരുന്നതാണ് എപ്പോഴും
നമ്മുടെ ഒരു മെൻ്റൽ റിലീഫിന് നല്ലത്. ഒരാൾ വന്ന് സെറ്റിലായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ആൾ വരുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പം നേഴ്സുമാർ വരുന്നത് മോസ്റ്റ്ലി ഇപ്പം നമ്മൾ പെൺകുട്ടികളായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടികൾ വരുമ്പം ചിലപ്പോൾ അത്രമാത്രം ഈ ഒരു കുറേ ഡിപ്പെൻഡൻസിയോടുകൂടിയുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അവർ തന്നെ വന്നാൽ സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ നിൽക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന കേസുകളിൽ അവർ വരുന്നത് പ്രശ്നമല്ല. പക്ഷെ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമ്പം നോർമലി ഇപ്പം ജസ്റ്റിന് അറിയാമല്ലോ, ജസ്റ്റിന് താമസിക്കുന്ന ഒരു ചെറിയ റൂമിന് തന്നെ ഒരു 9,000 kroner എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 1 ലക്ഷം 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ അത്രയും പൈസയാവും. അപ്പം നമ്മൊന്ന് ഇമാജിൻ ചെയ്യാം, നമുക്ക് നാട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അതൊരു ജസ്റ്റിന് താമസിക്കുന്ന ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്, സെൻട്രൽ ഏരിയ ആയതുകൊണ്ട്. മറ്റു ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഇച്ചിരി റെന്റ് കുറയും. ഹൗവർ ഒരു ഫാമിലി വരുമ്പം അറ്റ്ലീസ്റ്റ് ഇനി വൈഫ് ആൻഡ് ഹസ്ബൻഡ് മാത്രമാണെങ്കിലും ഒരു ബെഡ്റൂം വേണം, ഒരു ഹാള് വേണം. അപ്പോൾ ഒരു ഉണ്ട്, നിയമങ്ങളുണ്ട് ഇത്ര സ്ക്വയർ മീറ്റർ എന്നുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്തിട്ട് നമ്മൾ പിന്നെ താമസിക്കാൻ പോകുമ്പം നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ സിംഗിളായിട്ട് വരുവാണെങ്കിൽ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഷെയറിംഗ് റൂമിൽ ഷെയറിംഗ് അക്കോമഡേഷൻ കിട്ടും. ഒരു റൂം എടുക്കുക. അപ്പോൾ ഒരു റൂം എടുത്ത് അവർ താമസിക്കുമ്പോൾ അവർക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3,000-4,000 kroner ഒക്കെ റെന്റിൽ നിൽക്കും. പിന്നെ അവരുടെ ഫുഡ് എക്സ്പെൻസ്, ഇതൊക്കെ ചിലപ്പോൾ ഇവർക്കൊരു പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. ചിൽഡ്രൻ എഡ്യൂക്കേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളിപ്പം കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ലെവലിൽ പിള്ളേർക്ക് ഫീസ് അടയ്ക്കണം. ഇവിടെ എപ്പം മുതൽ ഏത് ഏജ് മുതലേ നമുക്ക് 6 months മുതൽ പിള്ളേരെ ഡേ കെയറിൽ വിടാം. 6 months ബോണുഹാവൻ എന്ന് പറയും. അത് പെയ്ഡ് അതെങ്ങനെയാണ്? അല്ല, ബോണുഹാവന് മുമ്പും ഒരു ടേം ഉണ്ടല്ലോ, വോഗസ്റ്റു കഴിഞ്ഞ് ബോണുഹാവൻ. വോഗസ്റ്റു എന്ന് പറയുന്നതാണ് ഈ 6 months മുതൽ എനിക്ക് വന്നത് 3 years വരെ. 3 years വരെ വോഗസ്റ്റൂവിൽ പോകും. അവിടെ ഫീസ് കൂടുതലാണ്. കാരണം വെച്ചാൽ കുഞ്ഞു പിള്ളേരെ കെയർ ചെയ്യാനുള്ള അപ്പം ഫുഡും കാര്യങ്ങളെല്ലാം അവർ തന്നെ കൊടുക്കും. അപ്പം അത് ഫീസ് എന്ന് പറയുന്നത് അത് ഓരോ കമ്മ്യൂണാണ്. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി പോലെ അല്ലെങ്കിൽ കോർപ്പറേഷൻ പോലെ നീന്തിക്കാം, ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലുള്ളതാണ്. അപ്പം അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഫീസ്. അപ്പോൾ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ പേരൻറ്റിൻ്റെ സാലറി അനുസരിച്ച് ആ ഫീസിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു 50,000 kroner മന്ത്ലി സാലറി ഉള്ള ഒരാൾക്കും 20,000 kroner ഉള്ള ആൾക്കും സെയിം സ്റ്റാൻഡേർഡിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ് പിള്ളേർക്ക് കിട്ടുന്നതെങ്കിൽ പോലും, ട്രീറ്റ്മെന്റ് മീൻസ് ഞാൻ അവിടുത്തെ കാര്യം ഉദ്ദേശിച്ചു കേട്ടോ, അവിടുത്തെ കെയർ, ആ കെയറും കാര്യങ്ങളെല്ലാം സെയിം ലെവലിലാണെങ്കിൽ പോലും ഇവർക്ക് 2 ഡിഫറെന്റ് ഫീസ് ആയിരിക്കും. പേരൻസിന്റെ സാലറി അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും മിനിമം ഒരു 3,000 kroner അല്ലെങ്കിൽ ഒരു 2,500 kroner മേലിലോട്ട് ഇവർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും എന്തായാലും. 3,000 മന്ത്ലി ആണോ? മന്ത്ലി. അത് ചെറിയ പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം ഈ ഓഗസ്റ്റ് 1 വരെയുള്ളത്. ഓഗസ്റ്റ് 1 3 years കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 1 മാറി ബോണുഹാവൻ എന്നൊരു സ്റ്റാറ്റസ് വരും. ആ ബോണുഹാവനിലോട്ട് പോകുമ്പം ഇവർക്ക് ഇച്ചിരി ഫീസ് കുറയും, കാരണം ഇച്ചിരി കൂടെ വലിയ പിള്ളേരായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂളിംഗ് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആണ്. സ്കൂൾ എഡ്യൂക്കേഷൻ 6 years എന്ന് വേണമെങ്കിൽ പറയാം. 5+6 years ആണ് ഇവിടെ സ്കൂൾ 1ാം ക്ലാസ് എന്നുള്ള ലെവലിൽ പോകുന്നത്. ആ സമയത്ത് പിള്ളേർക്ക് സ്കൂളിലെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. നമ്മളിപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്കൂളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളോ പ്രിഫർ ചെയ്യാതിരുന്നത്, ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഫ്രീ ആണ്. ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ഇപ്പോൾ ഒരു 2nd സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് നമ്മുടെ സിലബസ് വേറെ ആയിരിക്കുമല്ലോ. അവരെ ഇവിടെ ഇന്റർനാഷണൽ സ്കൂളിൽ ആ ലെവലിലുള്ള പിള്ളേർ ഇപ്പം ഇന്റർനാഷണൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ ഫീസ് അടയ്ക്കണമല്ലോ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചോ, ഇവൻ ഇപ്പം ഇവിടെയൊക്കെ ചില മലയാളികളുടെ പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വന്നിട്ട് ഇവിടെ ഡാനിഷ് മീഡിയത്തിൽ പോയിട്ട് സർവൈവ് ചെയ്യുന്ന പിള്ളേരുണ്ട്. അവർ പടപെടാതെ ഡാനിഷ് പഠിക്കും പിള്ളേര്, കമ്മ്യൂണിക്കേഷൻ ഇതാകും, നല്ല രീതിയിൽ അവര് ഫുൾ ടൈം അവരോട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവര് ഭാഷ പഠിച്ച് നന്നായിട്ട് സെറ്റിലായ പിള്ളേരുണ്ട്. ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് തന്നെ ഒരു ഫാമിലിയിലെ ഒരു കൊച്ചി ഇതുപോലെ തന്നെ, അവനന്ന് വന്ന സമയത്ത് എനിക്ക് വന്ന് അവന് 9ാം ക്ലാസ്സിലാണ് മൊത്തം ഇവിടെ വന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ പെർഫെക്റ്റ് ആയിട്ട് ആള് ഇപ്പം 10-14 വർഷത്തോളം അല്ലെ 10-11 വർഷത്തോളം ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡാനിഷ് ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ അല്ല, നമുക്ക് നാട്ടിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയം പോയാൽ പറ്റും. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഡാനിഷ് മീഡിയം പഠിച്ചാലും മതി. കാരണം ഫ്യൂച്ചറിലോട്ട് ഡാനിഷ് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ഡാനിഷ് മീഡിയത്തിൽ പോലും ഇംഗ്ലീഷ് ഒരു മണ്ടേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ട് 1ാം ക്ലാസ് മുതൽ. നേരത്തെ അത് 5ാം ക്ലാസ് മുതലേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് 1ാം ക്ലാസ് മുതലാക്കി. അപ്പോൾ 1ാം ക്ലാസ് മുതലേ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ എല്ലാവരും ഇംഗ്ലീഷ് പറയും, പിള്ളേരാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കും. ഡാനിഷ് മീഡിയം ആണെന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം നമുക്കൊരു സബ്ജക്ട് ഹിന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി സംസാരിക്കണം നിർബന്ധമില്ല, നമുക്ക് പറ്റിയെന്നിരിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അവർ പറയും, പഠിച്ചിരിക്കും, പറഞ്ഞിരിക്കും, സംസാരിക്കും നന്നായിട്ട്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ശരി.
ഇവരുടെ ഒരു പ്രോസസ്സിനെ പറ്റി, അതായത് ഇവരുടെ ഒരു ജേർണിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുന്നവർ പല സാലറി എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ചിലർ ടാക്സ് ഇൻക്ലൂഡഡും ടാക്സ് കൂടാതെയുള്ള സാലറി ഒക്കെ അറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഉണ്ടാവില്ല നമ്മുടെ ഇവിടുത്തെ പറ്റി. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ നേഴ്സുമാരൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ മണിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സുമാർക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു 2 ലക്ഷം, ഒരു 2.25 ലക്ഷം ആ ലെവലിൽ കൂടുതൽ സാലറി ആഫ്റ്റർ ടാക്സ് കിട്ടില്ല. പിന്നെ നാട്ടിൽ നമ്മളിപ്പം ഞാൻ ഒത്തിരി പരസ്യമൊക്കെ കണ്ടതെന്ന് വെച്ചാൽ 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ എന്നൊക്കെ സാലറി. പക്ഷെ ഇതിപ്പം ഈ 2 അല്ലെങ്കിൽ 2.25 ലക്ഷം രൂപ കിട്ടുന്നത് അത് ഡിപ്പെൻസ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നേഴ്സുമാരായിട്ട് ജോലി ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അവർക്ക് അഡീഷണൽ ടൈമിങ്, അവേഴ്സ്, നൈറ്റ് ഡ്യൂട്ടി, അത് ഇതൊക്കെ ആയിട്ട് അവർക്ക് കുറെ എക്സ്ട്രാ പേയ്മെന്റ് വരും. പൈസ ഉണ്ടാക്കുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവർ പറയുന്ന 4 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവരും ഉണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ അതിനൊക്കെ കുറെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്. എപ്പോഴും നമ്മൾ പുതിയ ഒരാൾ വരുമ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സാലറി എന്ന് പറയുന്ന ഒരു 2 മുതൽ 2.25 ലക്ഷം രൂപ അഡാപ്റ്റേഷൻ ടൈമിൽ ഇവർക്ക് സാലറി ഉണ്ട്. അഡാപ്റ്റേഷൻ സമയത്ത് സാലറി ഉണ്ട്. അതാണോ ഈ പറയുന്നത്? അതോ അഡാപ്റ്റേഷൻ സമയത്ത് പറയുന്നത് അല്ല, ബേസിക്കലി അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബേസിക് സാലറിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇപ്പം എന്ന് വെച്ചാൽ 37.5 hours per week ആണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. അപ്പൊ ഈ സമയത്തിൽ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ അതിനുള്ള ഡബിൾ പേ ഒക്കെ ഉണ്ടാവും. നേഴ്സുമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ബേസിക് സാലറി എന്ന് പറയുന്നത് 37.5 hours വർക്ക് ചെയ്ത് ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആഫ്റ്റർ ടാക്സ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാലറിയാണ് 2 മുതൽ 2.5, മേ ബി 2.3, നോട്ട് മോർ ദാൻ 2.5 lakhs പെർ മന്ത്. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കണമെന്ന് വെച്ചാൽ ഈ 2.5 lakhs അല്ലെങ്കിൽ 2.5 കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വേണം പിന്നെ നമ്മൾ നമ്മുടെ ഫുഡ്, താമസ സൗകര്യം, ട്രാവലിംഗ് എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസസ്, ഡ്രസ്സ്, അത് ഇതൊക്കെ ആയിട്ട് കുറെ പൈസ അതിന് വരും. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഒരു 10,000 to 12,000 ചിലപ്പോൾ നിന്ന് പോയെന്നിരിക്കും എക്സ്പെൻസ്, ബാക്കി പൈസ സേവ് ചെയ്യായിരിക്കും. പക്ഷെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരാളെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ തീരാനുള്ളതേ ഉള്ളൂ. അതാണ് ഈ സാലറിയുടെ കാര്യം പറഞ്ഞത്. നമ്മളിപ്പം സാലറിയുടെ കാര്യം ചിന്തിക്കുന്നത് വെച്ചാൽ വരുന്ന ഒരാൾക്ക് ഇപ്പം നമ്മൾ സാലറിയെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ ഇവിടെ ഒന്ന് ജീവിച്ച് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ സെറ്റായതിനു ശേഷം അതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഡെൻമാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു സേവ് ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണോ അതോ നമുക്കൊരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ IT-ലൊക്കെ ചിലപ്പം 40, 45, 50, 60,000 ക്രോൺ അല്ലെങ്കിൽ 6 ലക്ഷം, നമ്മുടെയൊക്കെ പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ 6 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം മുതൽ മേലോട്ട് സാലറി ഉള്ള ആൾക്കാർ 2 പേരും ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഒരാളുടെ സാലറി സേവ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നതെല്ലാം ടാക്സിന് മുമ്പുള്ളതാണ്. ഓഫ്കോഴ്സ് ടാക്സ് കഴിഞ്ഞും ആ ലെവലിൽ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാവും. ഹൈ പ്രൊഫഷണൽസിന് ഇപ്പൊ എന്തിനാ 1 million വരെ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അതൊന്നും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഡിഫറെന്റ് ആണ്. പല ജോലിക്കും പല സാലറി. എന്നാലും ഒരു മിനിമം വേജസ് എന്ന് പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലീനിങ്ങിന് പോയി കഴിഞ്ഞാലും മിനിമം വേജസ് എന്ന് പറയുന്നത് ഒരു ശരിക്കും നോർമലി ഉള്ള ഈ 37.5 hours വീക്കിലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മന്ത്ലി ഒരു 20-21,000 അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നാട്ടിൽ ഒരു 2 ലക്ഷം രൂപ, 2.25 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പൈസ കിട്ടുന്നവരുണ്ട്. ക്ലീനിങ്ങിൽ പോയിട്ട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർ ടൈം ഒന്നും വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കില്ല. നമുക്കൊരു മിനിമം ടൈം, ബാക്കി ടൈം നമ്മളിപ്പോഴും ഫാമിലിയും പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരില്ലേ. അതാണ് ഇവിടുത്തെ ഈ സാലറിയുടെ ഒരു കേസസ്. അപ്പൊ ഇവര് നമുക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ട് ടൈം ആണ്, അല്ലെ പാർട്ട് ടൈം അല്ല, അൺസ്കിൽഡ് ജോബ്സിനായിരിക്കുമല്ലോ കൂടുതൽ പോകാൻ പറ്റുക. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫുഡ് ഡെലിവറി ഒരു കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയാണ്. സൈക്കിളിലോ കാറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ ഒക്കെ പോയി ചെയ്യാവുന്ന ഒരു ജോലിയാണ്. കുറച്ചുകൂടി ഈസിയാണ് കിട്ടാനും. പിന്നെ അത് ചില കമ്പനികൾ എന്താ പറയുക, അത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എല്ലാ ബെനിഫിറ്റ്സ് കൊടുക്കാതെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഇല്ലാതെ, അതുപോലെ ഹോളിഡേ മണി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊന്നും കൊടുക്കാതെ പേ ചെയ്യുന്ന കമ്പനികളുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്. അത് ഒരു ജോലി, ഒരു പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ നമ്മളിപ്പം ഡിഷ് വാഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാക്കിങ്ങിന്റെ സൈഡുകളിൽ ഇപ്പം എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലെ പാക്കിങ്, വെയർഹൗസ് ജോബ്സ്, ഇതൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ജോലികളാണ്. എന്നാലും എപ്പോഴും ഡാനിഷ് പീപ്പിൾസ് അല്ലെങ്കിൽ ഡാനിഷ് അറിയുന്നവരായിരിക്കും പ്രിഫർ ചെയ്യുക. ഇങ്ങനെയുള്ള ജോലികൾക്ക് ഡേനിഷ് അറിയുന്നവരെ പ്രിഫർ ചെയ്യാറില്ല. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ പ്രിഫർ ചെയ്യാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
അങ്ങനെയുള്ള ഒരു ജോലികളിൽ ഡേനിഷുകാർ പോയി വർക്ക് ചെയ്ത് കുറവാണ് എന്ന് വെച്ചാൽ അതൊക്കെ മിക്കവാറും ഈ ഈ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ചിലപ്പോൾ പ്രിഫർ ചെയ്യാം. ഇപ്പൊ നമ്മൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇത് ട്രൈ ചെയ്യാം. പക്ഷെ ഞാന് എന്റെ ഒരു അറിവ് വെച്ചിട്ട് നമ്മള് ഫുഡ് ഡെലിവറിയിൽ പോയി വർക്ക് ചെയ്യുന്ന ഡേനിഷുകാര് ചിലപ്പം ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊത്തിരി കാരണമുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ തന്നെ ജീവിച്ചു വളർന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു നെറ്റോയിൽ പോയി വർക്ക് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് ഭാഷ അറിയാം. 9ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് പോയി നെറ്റോയിൽ ആ വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് നെറ്റോയിൽ പോയി വർക്ക് ചെയ്യാം. അവർക്ക് ആ നെറ്റോയിൽ പോയി വർക്ക് ചെയ്യുന്നത് നല്ല ഈസി. അല്ലെങ്കിൽ നെറ്റോ പോലെ സൂപ്പർ മാർക്കറ്റ്, നെറ്റോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ഈ പിന്നെ ഒരു സൈക്കിൾ ആവട്ടെ ഈ വിന്ററിൽ ഈ തണുപ്പത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ബുദ്ധിമുട്ടുന്നതിനേക്കാളൊക്കെ അവർക്ക് കുറെ കൂടെ സൗകര്യം അതായിരിക്കും കൂടുതൽ. ഡേനിഷുകാരും സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ നന്നായിട്ട് ഡേനിഷ്. അല്ലാണ്ട് ഈ ഫുഡ് ഡെലിവറിയിൽ ഡേനിഷുകാർ പോയി വർക്ക് ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് അതിന്റെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഡെലിവറി സൈഡിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധ്യത കുറവാണ്. ഉണ്ടാവുമായിരിക്കും റെയർ കേസിൽ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. ബിനോയ് ചേട്ടൻ കുറെ നേരമായി നമ്മുടെ കൂടെ മടുത്തൊന്നുമില്ല. നമ്മള് ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലേ ജസ്റ്റിന് ചോദിച്ചതിന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളിവിടെ ജീവിച്ചപ്പം നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം കിട്ടുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പം ഇങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പം സ്പെഷ്യലി നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു ബേസിക് കാരണം നേഴ്സുമാരുടെ ഇമിഗ്രേഷനെ കുറിച്ചുള്ള ഒരു ടോക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും കുറേ കാര്യങ്ങൾ ഇവിടെയുള്ള നേഴ്സുമാരുടെ അടുത്ത് അല്ലെങ്കിൽ നേഴ്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ അഡോപ്ഷൻ പ്രോസസ്സിലുള്ളവർ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നവർ, അതുപോലെ തന്നെ ഇവിടുത്തെ അതോറിറ്റികൾ, അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ആയിട്ട് സംസാരിച്ച് എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാനിപ്പം ഷെയർ ചെയ്തത്. ഇനിയിപ്പം ഇത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% കറക്റ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞതിൽ ഇന്ന ഒരു പർട്ടിക്കുലർ കേസിൽ ഇതല്ലല്ലോ ഈ രീതിയിലല്ലേ എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ അത് എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമന്റ് ആയിട്ട് ഇടാം. മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ അതിന് റെസ്പോൺസ് എല്ലാം കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് നമുക്കൊരു റിസർച്ച് എന്തെങ്കിലും നടത്തി നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതുപോലെയായിരുന്നു. അപ്പൊ അതിൽ ക്ലാരിറ്റി കുറവുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം സംസാരിച്ചത്. അപ്പം ഇതിലും നമുക്ക് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് അതിന് മറുപടി പറയേണ്ടതുണ്ട്. അത് കമന്റ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ആലോചിക്കാം. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് മെയിനായിട്ടും ബിനോയ് ചേട്ടൻ്റെ ഇവിടുത്തെ ഒരു ജീവിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടും അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾ അന്വേഷിക്കുമ്പം ഇതൊരു ഫാക്റ്റ് ആയിട്ട് എടുക്കുക, ഒരു ഇൻഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാക്കി മുമ്പോട്ടുള്ളത് നോക്കുക. അപ്പം നമുക്ക് ഇനി മുമ്പോട്ടുള്ള വീഡിയോസിലും ബിനോയ് ചേട്ടൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം ഭയങ്കര സന്തോഷം നമുക്ക് വീഡിയോയിൽ. ബിനോയ് ചേട്ടന് ശരിക്കും കുറച്ച് ദൂരെയാട്ടോ താമസിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ സെൻറ്ററിലായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേട്ടൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും ദൂരം നമ്മുടെ അടുത്തോട്ട് വന്നതാണ്. രാവിലെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്നിടത്തോട്ട് വന്ന് അവിടെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. ഇത് ആരെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകുവാണെങ്കിൽ നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതെ, നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു മലയാളി സ്നേഹം അത്രയും ചിന്തിച്ചാൽ മതി. വീഡിയോസ് മലയാളത്തിലാണ് എടുക്കുന്നത്. അതെ, നമ്മൾ അത്രയും ചിന്തിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവര് ഇത് അറിയാതെ ഇവിടെ വന്നിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അറിയുന്ന ശേഷം വന്നു കഴിഞ്ഞാലും ഏകദേശം നമ്മളൊക്കെ ആയിട്ടായിരിക്കും. ഇപ്പൊ ഞാനല്ലെങ്കിലും ഒബ്വിയസ്ലി ബിനോയ് ചേട്ടനൊക്കെ ആയിട്ടും കമ്മ്യൂണിക്കേഷൻ വരിക. അപ്പം ഇത് അറിഞ്ഞിരുന്ന് വരുമ്പം നമുക്കത് മെന്റലി പ്രിപ്പയർ ആയിട്ട് വരും എന്നുള്ള പോലെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എന്തായാലും സന്തോഷം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഇടുക. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.